ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 31-ാം സർഗം വരെ പറഞ്ഞു വച്ചു. ഇനി ഇന്ന് 32-ാം സർഗം മുതൽക്കുള്ള സർഗങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. വിശ്വാമിത്ര മഹർഷി ചെയ്ത യാഗം മുടക്കുന്നതിനായി മാരീചൻ്റെയും സുബാഹുവിൻ്റെയും നേതൃത്വത്തിൽ രാക്ഷസന്മാർ വരികയും യാഗം മുടക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ രാമലക്ഷ്മണന്മാർ അവരെ നേരിട്ടു മാരീചനെ ദൂരേക്ക് അകറ്റുകയും സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും വധിക്കുകയും ചെയ്തു. അങ്ങനെ യാഗരക്ഷ ചെയ്തു. അതിനുശേഷം വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലുള്ള മറ്റു മഹർഷിമാർ മിഥില രാജ്യത്തിൽ ഒരു യജ്ഞം നടക്കുന്നുണ്ടെന്നും അവിടെ സുനാഭം എന്നു പേരുള്ള ശ്രേഷ്ഠമായൊരു വില്ല് സംരക്ഷിച്ചു പോരുന്നുണ്ടെന്നും അത് സാമാന്യക്കാർക്കൊന്നും എടുത്തു പൊക്കാൻ കൂടി കഴിയില്ല എന്നും അത്ര കണ്ട് ശ്രേഷ്ഠമായ വില്ലാണെന്നും അവർ ആ യജ്ഞത്തിന് പോവുകയാണ്, അവരുടെ കൂടെ ശ്രീരാമൻ പോവുകയും ആ വില്ല് കാണുകയും ചെയ്യണം എന്നും പറഞ്ഞു. അതനുസരിച്ച് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ നേതൃത്വത്തിൽ മറ്റു മഹർഷിമാരോടൊത്ത് മിഥിലയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ ശോണാനദീതീരത്ത് സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് വിശ്രമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് ഈ നാട് ഏതാണ്, ഈ നാടിൻ്റെ ചരിത്രം എന്താണ്, അതൊക്കെ പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് വിശ്വാമിത്ര മഹർഷി ആ മഹർഷിമാരുടെ മധ്യത്തിലിരുന്ന് ആ നാടിൻ്റെ മുഴുവൻ ചരിത്രവും ഇതാ രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേവലം യാഗരക്ഷയ്ക്കല്ല എന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. മാരീചനെയും സുബാഹുവിനെയും വധിക്കൽ, തൻ്റെ യാഗത്തെ രക്ഷിക്കൽ, ഇതൊക്കെ വിശ്വാമിത്ര മഹർഷിക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. അദ്ദേഹം എന്തിനാ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? 3 ലോകങ്ങളെയും ഭയപ്പെടുത്തുന്ന രാവണനെ വധിക്കുവാൻ ശ്രീരാമനെ പ്രാപ്തനാക്കുവാൻ വേണ്ടിയിട്ട്. അതിന് ശാരീരികമായ കരുത്തും കരുത്തുറ്റ മനസ്സും ഉറച്ച ധർമ്മബോധവും വേണം. അതിനായി ഒരു പ്രശിക്ഷണം നൽകുകയാണ് അയോധ്യ മുതൽ മിഥില വരെയുള്ള യാത്രയിൽ വിശ്വാമിത്രൻ ചെയ്തത്. അയോധ്യ മുതൽ മിഥില വരെയുള്ള യാത്രയിൽ ഓരോ സ്ഥലത്തിൻ്റെയും കഥകൾ പറഞ്ഞുകൊടുത്ത് ഈ രാജകുമാരന്മാരിൽ ദേശഭക്തി വളർത്തുന്നു. രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞുകൊടുത്ത് ആ രാജാക്കന്മാർക്ക് സംഭവിച്ച അപജയങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ഈ രാജകുമാരന്മാരെ ബോധവാന്മാരാക്കുന്നു. ബല, അതിബല തുടങ്ങിയ ദിവ്യവിദ്യകൾ ഉപദേശിച്ചു കൊടുത്ത് രാജകുമാരന്മാരെ കരുത്തുറ്റവരാക്കുന്നു. അനേകം ദിവ്യാസ്ത്രങ്ങൾ ശ്രീരാമന് വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ചു കൊടുത്തത് നമ്മൾ കേട്ടു. ഇങ്ങനെ എന്തുകൊണ്ടും യോഗ്യരായ ശ്രേഷ്ഠരായ രാജകുമാരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവിടെ വിശ്വാമിത്രൻ്റെ പ്രധാനമായ ഉദ്ദേശ്യം. ശ്രീരാമൻ്റെ ആവശ്യപ്രകാരം ആ നാടിൻ്റെ ചരിത്രം പറയാൻ തുടങ്ങി വിശ്വാമിത്ര മഹർഷി. ബ്രഹ്മയോനിർ മഹാനാസീൽ കുശോ നാമ മഹാതപാഹ അക്ലിഷ്ടവ്രതധർമ്മജ്ഞ സജ്ജന പ്രതിപൂജക. പണ്ട് ബ്രഹ്മാവിൻ്റെ പുത്രനായി
കുശൻ എന്നു പേരുള്ള ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സജ്ജനങ്ങളെ ആദരിക്കുന്നയാളായിരുന്നു, വലിയ തപസ്വിയായിരുന്നു. അദ്ദേഹത്തിന് വിദർഭ രാജകുമാരിയിൽ 4 പുത്രന്മാരുണ്ടായി. കുശാംബൻ, കുശനാഭൻ, ധൂർത്തരജസ്, വസു. ഈ 4 പുത്രന്മാരോടും കൂടി രാജ്യം ഭരിക്കാൻ, ധാർമ്മികമായി ഭരിക്കാൻ ഈ കുശൻ ആവശ്യപ്പെട്ടു. ഈ 4 പുത്രന്മാരും 4 നഗരങ്ങൾ സ്ഥാപിച്ചു. കുശാംബൻ കൗശാംബി എന്ന നഗരം സ്ഥാപിച്ചു. കുശനാഭൻ മഹോദയം എന്ന പട്ടണം സ്ഥാപിച്ചു. ധൂർത്തരജസ് ധർമാരണ്യം എന്ന നഗരം സ്ഥാപിച്ചു. വസു ഗിരിപ്രജം എന്ന പട്ടണവും സ്ഥാപിച്ചു. ആ വസുവിൻ്റെ രാജ്യമാണ് ഇത്. ഈ രാജ്യത്തിന് ചുറ്റും 5 വലിയ പർവ്വതങ്ങളുണ്ട്. ഈ രാജ്യത്തിന് ചുറ്റിക്കൊണ്ട് മാഗധി എന്ന നദി ഒഴുകുന്നുണ്ട് എന്നൊക്കെ ആ നാടിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം കുശൻ്റെ വംശം പറയാൻ തുടങ്ങുന്നു. കുശനാഭന് ഘൃതാജിയിൽ 100 സുന്ദരികളായ പെൺകുട്ടികളുണ്ടായി. അവർ യൗവനയുക്തകളായി. ഒരു ദിവസം ഒരു പൂന്തോട്ടത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ആടിയും പാടിയും ആനന്ദിച്ചു കൊണ്ടിരിക്കെ വായുദേവൻ ഇവരുടെ അനുപമമായ സൗന്ദര്യം കണ്ട് മോഹിച്ചു. ഇവരോട് പ്രേമാഭ്യർത്ഥന നടത്തി. വായു പറഞ്ഞു, നിങ്ങൾ മനുഷ്യ സ്ത്രീകളാണ്, മനുഷ്യർക്ക് യൗവനം അസ്ഥിരമാണ്. എൻ്റെ പ്രേമാഭ്യർത്ഥന സ്വീകരിച്ച് എൻ്റെ ഭാര്യമാരായി തീർന്നാൽ നിങ്ങൾക്ക് ദേവലോകത്തിലേക്ക് പോരാം. അവിടെ യൗവനം സ്ഥിരമാണ്, ചിരകാലം സുഖം അനുഭവിക്കാം. ഇത് കേട്ട സമയത്ത് ആ പെൺകുട്ടികൾ പറഞ്ഞു, അങ്ങ് മഹാനാണ്, സകല ജീവികളുടെയും ഉള്ളിൽ പ്രാണരൂപത്തിൽ വർത്തിക്കുന്നയാളാണ്, നല്ല ശക്തിയുള്ളയാളാണ്. എന്നാൽ ഞങ്ങൾ സ്വഭാവശുദ്ധിയെ കൊണ്ട് അങ്ങയെയും വീഴ്ത്താൻ ശക്തിയുള്ളവരാണ്. ഞങ്ങളുടെ ചാരിത്രശുദ്ധിയിൽ ഞങ്ങൾക്ക് അത്ര കണ്ട് അഭിമാനമുണ്ട്. അത് കളയാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങളുടെ പിതാവ് എന്തു പറയുന്നുവോ അതേ ഞങ്ങൾ അനുസരിക്കുള്ളൂ. ഞങ്ങളുടെ പിതാവ് ആരെ നിർദ്ദേശിക്കുന്നുവോ അയാളെ ഞങ്ങൾ വിവാഹം കഴിക്കുള്ളൂ എന്ന് ആ ദേവൻ്റെ പ്രണയാഭ്യർത്ഥനയെ ഇതാ ഈ സുന്ദരികൾ നിരസിച്ചു എന്നാണ്. വായുവിന് ദേഷ്യം വന്നു. വായു ഈ 100 പെൺകുട്ടികളുടെയും ശരീരത്തിൽ കയറി അവരുടെ ശരീരങ്ങളെ തളർത്തിക്കളഞ്ഞു. ശരീരങ്ങളൊക്കെ വളഞ്ഞുകൊണ്ടും ഒക്കെയായി, ശോഷിച്ചുകൊണ്ടൊക്കെയായി. ഈ പെൺകുട്ടികൾ രാജാവിനരികെ ചെന്ന് സങ്കടം പറഞ്ഞു. അപ്പോൾ രാജാവ് ഈ പെൺകുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടായി. എന്നാലും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വഭാവശുദ്ധിയാൽ, നിങ്ങളുടെ ക്ഷമയാൽ. ഒരു ദേവൻ വന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ട് പോലും നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിച്ചില്ലല്ലോ, ക്ഷമയോടുകൂടി നിങ്ങൾ നിന്നുവല്ലോ. യാദൃശീവ ക്ഷമാപുത്രിയ സർവാസാം അവിശേഷത ക്ഷമാദാനം ക്ഷമായജ്ഞ ക്ഷമാ സത്യം ഹി പുത്രികാഹ ക്ഷമായശ ക്ഷമാധർമ്മ ക്ഷമായാം ഹി സ്ഥിതം ജഗത്. ക്ഷമദാനവും യജ്ഞവും സത്യവും കീർത്തിയും ധർമ്മവുമാകുന്നു. ക്ഷമയിലാണ് ലോകം നിലനിൽക്കുന്നത് എന്നിങ്ങനെ ക്ഷമ എന്ന സദ്ഗുണത്തിൻ്റെ മഹത്വത്തെ അവിടെ രാജാവ് കീർത്തിച്ചു. അതിനുശേഷം തൻ്റെ പുത്രികൾക്ക് അനുയോജ്യനായ വരൻ ആര് എന്ന് അന്വേഷിച്ചു. അക്കാലത്ത് ചൂളി എന്നു പേരായൊരു മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മഹർഷിയെ സോമത എന്നു പേരുള്ള ഊർമിളയുടെ പുത്രി പരിചരിക്കുന്നുണ്ടായിരുന്നു. ആ പരിചരണത്തിൽ സന്തുഷ്ടനായ ചൂളി മഹർഷി ഈ പെൺകുട്ടിയോട് എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളാൻ ആവശ്യപ്പെട്ടു. ആ പെൺകുട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഒരു പുത്രനെയാണ്. അങ്ങയെപ്പോലെ യോഗ്യനായൊരു പുത്രൻ എനിക്കുണ്ടാവണം എന്നാണ് ആവശ്യപ്പെട്ടത്. ചൂളി മഹർഷി അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്കൊരു പുത്രനുണ്ടായി. ആ പുത്രൻ മഹാകേമനായിരുന്നു. കാമ്പില്യ രാജാവായി തീർന്നു. ബ്രഹ്മദത്തൻ എന്നാണ് ആ പുത്രൻ്റെ പേര്. ഈ ബ്രഹ്മദത്തന് കുശനാഭ രാജാവ് തൻ്റെ 100 പുത്രിമാരെയും വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ ബ്രഹ്മദത്തനെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന് 100 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു കൊടുത്തു. അദ്ദേഹം 100 പെൺകുട്ടികളെയും പാണിഗ്രഹണം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പർശം കൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെ വൈരൂപ്യമൊക്കെ ഇല്ലാതെയാവുകയും അവരെ സുന്ദരികളായി തീരുകയും ചെയ്തു എന്നാണ്. അങ്ങനെയാണ് 33-ാം സർഗം അവിടെ പറഞ്ഞു വെച്ചത്. പിന്നെ 34-ാം സർഗം തുടങ്ങുന്നു. അവിടെ കൗശിക വംശത്തെ തന്നെ വർണ്ണിക്കുകയാണ്, കുശൻ്റെ വംശത്തെ. അപ്പോൾ കുശനാഭൻ്റെ പെൺകുട്ടികളെയൊക്കെ ബ്രഹ്മദത്തൻ വിവാഹം കഴിച്ചു. അതിനുശേഷം അദ്ദേഹം പുത്രനുണ്ടാകുന്നതിനായി ഒരു യജ്ഞം ചെയ്തു. ആ യജ്ഞം നടന്നുകൊണ്ടിരിക്കെ കുശനാഭൻ്റെ പിതാവായ കുശൻ
അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുശനാഭൻ്റെ പിതാവായ കുശൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അങ്ങയ്ക്ക് ശ്രേഷ്ഠനും ധർമ്മിഷ്ഠനുമായൊരു മകനുണ്ടാവും. ആ മകൻ്റെ പേര് ഗാധി എന്നാവും. ആ മകൻ നിമിത്തം എന്നും നിലനിൽക്കുന്ന കീർത്തി അങ്ങയ്ക്കുണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. കുറച്ചു കാലത്തിന് ശേഷം കുശനാഭന് ഗാധി എന്നു പേരുള്ള ധർമ്മിഷ്ഠനായ മകനുണ്ടായി. സപിതാ മമ കാകുൽസ്ഥ ഗാധി പരമധാർമ്മിക കുശവംശപ്രസൂതോസ്മി കൗശികോ രഘുനന്ദന. അല്ലയോ രഘുനന്ദന, ആ ധർമ്മിഷ്ഠനായ ഗാധിയാണ് എൻ്റെ പിതാവ്. വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, ഞാൻ കുശവംശത്തിൽ ജനിച്ച കൗശികനാണ്. എനിക്ക് സുവ്രതയായ ഒരു സഹോദരിയുണ്ട്, വ്രതനിഷ്ഠയോടുകൂടിയ ഒരു സഹോദരിയുണ്ട്, ഒരു ജ്യേഷ്ഠത്തിയുണ്ട്. അവരുടെ പേര് സത്യവതി എന്നാണ്. ഋജീകൻ എന്നു പേരുള്ളൊരു മഹർഷിക്കാണ് അവളെ വിവാഹം ചെയ്തു കൊടുത്തത്. എൻ്റെ ജ്യേഷ്ഠത്തിയും തൻ്റെ ഭർത്താവിനെ പിന്തുടർന്ന് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോയി. അതിനുശേഷം കൗശികി പരമോദാര പ്രവർത്താച മഹാനദി, പരമോദാരയായ ഔദാര്യവതിയായ അവൾ കൗശികി എന്ന ഒരു വലിയ നദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹിമവാനിൽ നിന്നും ഉത്ഭവിച്ച് ഇതാ ലോകത്തിന് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കൗശികി നദിയായിട്ട് ഒഴുകുന്നു. ജ്യേഷ്ഠത്തിയോട് വളരെ സ്നേഹം ഉള്ള ഞാൻ ഹിമവാന്റെ താഴ്വരയിൽ കൗശികി നദിയുടെ സമീപത്ത് സുഖമായി വസിക്കുന്നു. ഇവിടേക്ക് സിദ്ധാശ്രമത്തിലേക്ക് വന്നത് ഒരു യാഗം നടത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആ യാഗം നടത്തി ഇനി ഞാനിതാ ആ കൗശികി നദിയുടെ തീരത്തേക്ക് തന്നെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ചോദിച്ച പ്രകാരം ഈ നാടിൻ്റെ കഥ ഞാൻ പറഞ്ഞു, എൻ്റെ വംശത്തിൻ്റെ ഉൽപ്പത്തി ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സമയം അർദ്ധരാത്രിയായി, ഉറങ്ങാം എന്ന് പറഞ്ഞ് അവർ എല്ലാവരും ഉറങ്ങി. 34-ാം സർഗം അങ്ങനെ അവിടെ അവസാനിച്ചു. പിറ്റേന്ന് രാവിലെയായി. രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷി എഴുന്നേൽപ്പിച്ചു. അവർ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് യാത്രയ്ക്ക് തയ്യാറായി. ശോണാനദി കടന്ന് പോകേണ്ടതുണ്ട്. മഹർഷിമാർ സഞ്ചരിക്കുന്ന വഴിയെ പോകാം എന്നും പറഞ്ഞ് വിശ്വാമിത്രൻ മുന്നിൽ നടന്നു. പറകര് രാമലക്ഷ്മണന്മാരും മറ്റ് മഹർഷിമാരും അദ്ദേഹത്തെ അനുഗമിച്ചു. അങ്ങനെ വളരെ ദൂരം അവർ യാത്ര ചെയ്ത് ഉച്ചയായി. അപ്പോഴേക്ക് ഗംഗാനദിയുടെ തീരത്തെത്തി. ആ ഗംഗാനദിയുടെ തീരത്തെത്തിയപ്പോൾ അവരെല്ലാവരും ആ ഗംഗയിൽ സ്നാനം ചെയ്തു, തർപ്പണം ചെയ്തു, അഗ്നിഹോത്രമൊക്കെ ചെയ്തു. അതിനുശേഷം എല്ലാവരും ആ വിശ്വാമിത്ര മഹർഷിയുടെ ചുറ്റിനും ഇരുന്നു. ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, ഭഗവൻ ശ്രോതുമിച്ഛാമി ഗംഗാം ത്രിപഥഗാം നദീം ത്രൈലോക്യം കഥമാക്രമ്യ ഗതാ നദനദീപതിം. അല്ലയോ ഭഗവൻ, 3 മാർഗങ്ങളിൽ കൂടി ഒഴുകുന്ന ഗംഗാനദിയെപ്പറ്റി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഗംഗ എങ്ങനെയാണ് 3 ലോകങ്ങളെയും അതിക്രമിച്ചിട്ട് സമുദ്രത്തിലെത്തിച്ചേരുന്നത്? ആ ഗംഗയെപ്പറ്റി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ വൃദ്ധിം ജന്മജ ഗംഗായ വക്തുമേവോപചക്രമേ, ആ ഗംഗയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ് വിശ്വാമിത്ര മഹർഷി. പറഞ്ഞു തുടങ്ങി, ശൈലേന്ദ്രോ ഹിമവാൻ നാമ ധാതുനാമ ആഗരോ മഹാൻ തസ്യ കന്യാദ്വയം രാമ രൂപേണ അപ്രതിമം ഭുവി. ഹിമവാൻ എന്ന പർവ്വതശ്രേഷ്ഠനുണ്ട്. ആ ഹിമവാന് 2 പുത്രിമാരാണ്. മനോരമയാണ് മഹാമേരുവിൻ്റെ പുത്രിയായ മനോരമ. മേന എന്നും ആ പുത്രിക്ക് പേരുണ്ട്. ഈ 2 കന്യകമാരുടെയും മാതാവ് മനോരമയാണ്. ഹിമവാന് മനോരമയിൽ ആദ്യം ഉണ്ടായ പുത്രി ഗംഗയാണ്. രണ്ടാമതുണ്ടായ പുത്രിയാണ് ഉമ. അപ്പോൾ എല്ലാ ദേവന്മാരും കൂടി ഹിമവാൻ്റെ അരികെ ചെന്ന് ഗംഗാനദിയെ തങ്ങൾക്ക് വിട്ടുതരണം എന്ന് അപേക്ഷിച്ചു. അതനുസരിച്ച് ഹിമവാൻ 3 ലോകങ്ങളുടെയും നന്മയെ ഉദ്ദേശിച്ചിട്ട് തൻ്റെ മകളായ ഗംഗയെ ദേവന്മാർക്ക് നൽകി. ദേവന്മാർ ആ ഗംഗയെ സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി ദേവലോകത്തിലേക്ക് പോയി. ഉഗ്രേണ തപസായുക്താം ദദോ ശൈലപരസുതാം രുദ്രായ പ്രതിരൂപായ ഉമാം ലോക നമസ്കൃതാം. ഉമയെ മഹാദേവന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഉമ തൻ്റെ ഉഗ്രമായ തപസ്സുകൊണ്ട് മഹാദേവൻ്റെ ഭാര്യാപദവി നേടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏതേതേ ശൈലരാജസ്യ സുതേ ലോക നമസ്കൃതേ ഗംഗാച സരിതാം ശ്രേഷ്ഠ ഉമാദേവീ ച രാഘവ. അപ്പോൾ ഈ ഹിമവാൻ്റെ 2 പുത്രികൾ, ഒരാൾ ശ്രേഷ്ഠയായ ഗംഗ,
മറ്റേത് ശ്രേഷ്ഠയായ ഉമാദേവി. അപ്പം ഗംഗാനദി എങ്ങനെയാണ് ദേവലോകത്തിലേക്ക് പോയത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 35-ാം സർഗം അവിടെ അവസാനിച്ചു. അപ്പം അത് കേട്ട സമയത്ത് വീണ്ടും രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നു, ധർമ്മയുക്തമിതം ബ്രഹ്മൻ കഥിതം പരമം ത്വയാ ദുഹിതു ശൈലരാജസ്യ ജ്യേഷ്ഠായാ വക്തുമർഹസി വിസ്തരം വിസ്തരജ്ഞോസി ദിവ്യമാനുഷ സംഭവം ത്രീൻപഥോ ഹേതുനാ കേനാപ്ലാവയേ ലോകപാവനീ. ആ ഹിമവാന്റെ ജ്യേഷ്ഠപുത്രിയായ ഗംഗയുടെ ചരിത്രത്തെ വിസ്തരിച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ഗംഗയ്ക്ക് ത്രിപഥക എന്നു പേരുണ്ട്. അങ്ങനെ 3 മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവൾ, 3 വഴികളിൽ കൂടി സഞ്ചരിക്കുന്നവൾ എന്ന പേര് വരാൻ എന്താ കാരണം? അപ്പം ഗംഗയുടെ ചരിത്രം വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു. അതനുസരിച്ചിട്ട് ആ ചോദ്യത്തിന് മറുപടിയായി ഇതാ ഗംഗയുടെ ചരിത്രം പറയാൻ തുടങ്ങുകയാണ്. പുരാരാമ കൃതോദ്വാഹോ നീലകണ്ഠോ മഹാതപാഹ ദൃഷ്ട്വാച സ്പൃഹയാദേവീം മൈഥുനായ ഓപചക്രമേ. പണ്ട് മഹാദേവൻ പാർവതിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചിട്ട് കുറെ കാലം അവരൊരുമിച്ച് താമസിച്ചു. 100 ദിവ്യ സംവത്സരങ്ങൾ അവരൊരുമിച്ച് കഴിഞ്ഞു എന്നാണ്. ഇപ്പം ഇവർക്ക് പുത്രനായി സുബ്രഹ്മണ്യൻ ഉണ്ടാവണം, എന്നിട്ട് വേണം താരകാസുരനെ കൊല്ലാൻ. 100 ദിവ്യ സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് പുത്രൻ ഉണ്ടായില്ല. അപ്പോൾ ദേവന്മാർ താരകാസുരനെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടേ. അവർ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ മഹാദേവനെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു. അങ്ങയുടെ പുത്രനെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ, അതിന് അങ്ങ് എന്തെങ്കിലും ചെയ്യണം, ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, എൻ്റെ തേജസ്സിനെ ഞാൻ പുറമേക്ക് വിടാൻ തയ്യാറാണ്, പക്ഷെ അത് ആരാണ് ധരിക്കുക? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയിലേക്ക് ഇട്ടോളൂ, ഭൂമി ധരിച്ചോളൂ എന്നാണ്. അങ്ങനെ മഹാദേവൻ തൻ്റെ തേജസ്സിനെ ഭൂമിയിലേക്ക് വീഴ്ത്തി. ആ തേജസ് ഭൂമിയിൽ പർവ്വതങ്ങളിലും കാടുകളിലൊക്കെ അങ്ങോട്ട് വ്യാപിച്ചു. ഭൂമിക്ക് ആ തേജസ്സിനെ താങ്ങാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് അഗ്നിദേവനോട് ആ തേജസ്സിനെ സ്വീകരിക്കാനായി പറഞ്ഞു. അങ്ങനെ അഗ്നിദേവൻ ആ തേജസ്സിനെ സ്വീകരിച്ചു. ആ തേജസ്സിനെ അദ്ദേഹം അങ്ങ് ഭക്ഷിച്ചു. ആ ഭക്ഷിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ ചാരം കൊണ്ടൊരു വലിയ പർവ്വതം, വെളുത്ത പർവ്വതമുണ്ടായി എന്നും അവിടെ ദിവ്യമായ ശരപ്പുല്ലുകൾ കൊണ്ടൊരു വനവും ഉണ്ടായി എന്നുമാണ്. ദിവ്യം ശരവണം ചൈവ പാവക ആദിത്യ സന്നിഭം. ഇനി ആ പർവ്വതത്തിൻ്റെ അരികെ ഈ ശരവണ കാട്ടിൽ, ശരവണ പൊയ്കയിലാണ് സുബ്രഹ്മണ്യൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചപ്പോൾ പാർവതിക്ക് ദേഷ്യം വന്നു. തനിക്കുണ്ടാവേണ്ട, താൻ പ്രസവിക്കേണ്ടുന്ന കുട്ടിയല്ലേ ഇപ്പം ഇങ്ങനെ വീണുപോയത്? അല്ലെങ്കിൽ മഹാദേവൻ്റെ തേജസ് തൻ്റെ ഉദരത്തിലൂടെ തൻ്റെ മകനായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അതാണ് ഈ ദേവന്മാരൊക്കെ കൂടെ ഇല്ലാതെയാക്കിയത്. ദേവിക്ക് ദേഷ്യം വന്നിട്ട് ശപിച്ചു എന്ന ഇത്യുക്ത്വ സലിലം ഗൃഹ്യ പാർവതി ഭാസ്കരപ്രഭ സമന്യുരശബൽ സർവാൻ ക്രോധസംരക്തലോചന. നിങ്ങൾ എനിക്ക് ചെയ്ത അപ്രിയത്തിൻ്റെ ഫലം അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യസ്മാൻ നിവാരിതാചാഹം സംഗതാ പുത്രകാമ്യയ അപത്യം സ്വേഷു ദാരേഷു തസ്മാൻ നോൽപാദയിഷ്യഥ. പുത്രൻ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ മഹാദേവനോട് കൂടി ഇത്രയും കാലം കഴിഞ്ഞത്. എനിക്ക് പുത്രൻ ഉണ്ടാവുന്നതിനെ നിങ്ങൾ തടഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ദേവന്മാർക്ക് ഇനി ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരിൽ മക്കൾ ഉണ്ടാവില്ല. സ്വന്തം ഭാര്യമാരിൽ നിങ്ങൾക്ക് സന്താനം ഉണ്ടാകുകയില്ല. അതാണ് ദേവന്മാർക്കൊക്കെ മറ്റ് സ്ത്രീകളിലാണ് സന്താനങ്ങൾ ഉണ്ടായത്. പിന്നെ ഭൂമിയെയും ശപിച്ചു എന്നാണ്. അവനെ നൈകരൂപാത്വം ബഹുഭാര്യ ഭവിഷ്യസി നച പുത്രകൃതാം പ്രീതിം മൽക്രോധകലുഷീകൃത. നീ അനേകം രൂപങ്ങളുള്ളവളും അനേകം ഭർത്താക്കന്മാരുള്ളവളും ആയിത്തീരും എന്നാണ്. അപ്പം ഇങ്ങനെ പാർവതിയുടെ ശാപമൊക്കെ കഴിഞ്ഞു. ഇവിടെ എന്തുണ്ടായി? മഹാദേവൻ പാർവതിയോടുകൂടി വീണ്ടും തപസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ സുബ്രഹ്മണ്യൻ ഉണ്ടായിട്ടില്ല. അപ്പം അത് ഉണ്ടായി നമ്മൾ നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഉണ്ടായിട്ടില്ല. അതിൻ്റെ പിറകിൽ കുറച്ചും കൂടി ചരിത്രമുണ്ട്. അതാണ് 37-ാം സർഗത്തിൽ പറയുന്നത്, സ്കന്ദോൽപത്തി. ഈ സ്കന്ദൻ്റെ ഉൽപ്പത്തി മഹാഭാരതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്കന്ദപുരാണത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്
ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. മാത്രമല്ല ആശയക്കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കഥാഭാഗവുമാണത്. ഇവിടെ മഹാദേവൻ തൻ്റെ തേജസ്സിനെ ഭൂമിയിലേക്ക് വീഴ്ത്തി. ഭൂമിക്ക് താങ്ങാൻ പറ്റാതെ വന്ന സമയത്ത് അഗ്നിദേവൻ ആ തേജസ്സിനെ ഏറ്റെടുത്തു. അഗ്നി ആ തേജസ്സിനെ ഭക്ഷിച്ചുണ്ടായ ചാരം കൊണ്ട് അവിടെ ഒരു വെൺമലയുണ്ടായി, ഒരു ശരവണക്കാടും ഉണ്ടായി. അതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അഗ്നിക്ക് മഹാദേവൻ്റെ തേജസ്സിനെ ധരിക്കാൻ കഴിയുന്നില്ല. അഗ്നി ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബ്രഹ്മാവിനോട് ചോദിക്കാം എന്ന് വിചാരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഗംഗാദേവിയെ കണ്ടു. അപ്പം ഗംഗാദേവിയോട് മഹാദേവൻ്റെ തേജസ്സിനെ വഹിക്കുവാനായി ആവശ്യപ്പെട്ടു അഗ്നി. ഗർഭം ധാരയവൈ ദേവി ദേവതാനാം ഇദം പ്രിയം. ഈ മഹാദേവൻ്റെ തേജസ്സിനെ ഗർഭത്തിൽ വഹിക്കൂ എന്നാവശ്യപ്പെട്ടപ്പോൾ ഗംഗ ആ മഹാദേവൻ്റെ തേജസ്സിനെ സ്വീകരിച്ചു. അതോടുകൂടി സമന്ത തഥാദേവീം അഭ്യഷിഞ്ചത പാവക സർവസ്രോതാംസി പൂർണ്ണാനി ഗംഗായ രഘുനന്ദന. ഗംഗയുടെ സർവസ്രോതസ്സുകളും ആ തേജസ് കൊണ്ട് നിറഞ്ഞു എന്നാണ്. അതോടുകൂടി ഗംഗ വിഷമിച്ചു. ഗംഗ പറഞ്ഞു, തമുവാച തതോ ഗംഗ സർവദേവ പുരോഹിതം അശക്താധാരണേ ദേവ തദ്ധി തേജസമുദ്ധതം. സർവദേവ പുരോഹിതനായ അഗ്നിയോടായിട്ട് പറഞ്ഞു, എനിക്ക് തേജസ് താങ്ങാൻ ശക്തിയില്ല, ഇത് അത്യുഗ്രമാണ്, എന്താ ഞാനിപ്പോൾ ചെയ്യുക? അപ്പോൾ അഗ്നി പറഞ്ഞു, ഇഹ ഹൈമവതേ പാദേ ഗർഭോയം സന്നിവേശ്യതാം ശ്രുത്വാ ത്വ അഗ്നിവചോ ഗംഗാം തം ഗർഭം അതിഭാസ്വരം. ഈ ഹിമവാന്റെ താഴ്വരയിൽ ഗർഭത്തെ നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗ ഹിമവാന്റെ താഴ്വരയിൽ ആ ഗർഭത്തെ നിക്ഷേപിച്ചു. ആ ശരവണക്കാട്ടിൽ, ശരവണപ്പൊയ്കയുടെ തീരത്ത് ആ ഗർഭത്തെ നിക്ഷേപിച്ച സമയത്ത്, തേജസ്സിനെ നിക്ഷേപിച്ച സമയത്ത് അവിടെ ഒരു സുന്ദരനായ കുമാരൻ ജനിച്ചു എന്നാണ്. അപ്പോൾ ഈ കുട്ടിക്ക് പാല് കൊടുക്കണം. അവിടെ കൃത്തികകളുണ്ടായിരുന്നു. അത് ദേവന്മാരും ഏർപ്പാടാക്കിയതാണ് കൃത്തികകളെ. തൃണവൃക്ഷ ലതാഗുൽമം സർവം ഭവതി കാഞ്ചനം തം കുമാരം തതോജാതം സേന്ദ്രാസഹ മരുദ്ഗണാഹ ക്ഷീരസംഭാവനാർത്ഥായ കൃത്തികാ സമയോജയൻ. ഈ കുട്ടിക്ക് ക്ഷീരസംഭാവനാർത്ഥായ പാല് കൊടുക്കുന്നതിനായിട്ട് ഇന്ദ്രൻ അഗ്നി തുടങ്ങിയ ദേവന്മാർ കൃത്തികകളെ ഏർപ്പാടാക്കിയെന്നാണ്. ആ കൃത്തികകൾ 6 കൃത്തികകളുണ്ട്. അവരിതാ ഈ കുട്ടിക്ക് ഊഴം ഇട്ട് പാല് കൊടുത്തു. അങ്ങനെ ഈ 6 അമ്മമാരുടെയും പാല് കുടിക്കാൻ 6 മുഖം ആ കുട്ടിക്ക് ഉണ്ടായി എന്നാണ്. ആ കുട്ടിക്ക് കുറേ പേരുകളുണ്ടായി. കൃത്തികകളാൽ ലാളിക്കപ്പെട്ട കുട്ടിയായതുകൊണ്ട് കാർത്തികേയൻ എന്ന് പേര് വന്നു. 6 മുഖം സ്വീകരിച്ച് അമ്മമാരുടെ പാല് കുടിച്ചതുകൊണ്ട് അറുമുഖൻ എന്ന് പേര് വന്നു. സ്കന്ദൻ പാർവതിയുടെ പുത്രൻ തന്നെയാണല്ലോ എന്ന് വെച്ചാൽ അത് അവിടെ ഒരു അനുഗ്രഹമായിട്ട് കൊടുക്കുകയാണ്. സ്കന്ദപുരാണത്തിൽ കാണാം, ഈ കുട്ടി പാർവതി ദേവിയുടെ മകൻ തന്നെയാവും, അതുകൊണ്ട് സ്കന്ദൻ എന്നുള്ള പേരുണ്ടാവും. അഗ്നിയുടെ പുത്രനാണ്, അതുകൊണ്ട് കുമാരൻ എന്നുള്ള പേരുണ്ടാവും. അങ്ങനെ സുബ്രഹ്മണ്യൻ എത്രയോ പേരുടെ പുത്രനാണ്. മഹാദേവൻ്റെ പുത്രനാണ്, അഗ്നിദേവൻ്റെ പുത്രനാണ്, ഗംഗാദേവിയുടെ പുത്രനാണ്, കൃത്തികകളുടെ പുത്രനാണ്, പാർവതിയുടെ പുത്രനാണ്. അങ്ങനെ സുബ്രഹ്മണ്യൻ ഉണ്ടായി എന്നാണ്. സുബ്രഹ്മണ്യനെ ദേവന്മാർ കൊണ്ടുപോയി ദേവസേനാപതിയാക്കി അഭിഷേകം കഴിച്ചു. പിന്നീട് നടന്ന ദേവാസുര യുദ്ധത്തിൽ താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ചു. അങ്ങനെ ദേവന്മാരുടെ വിഷമത്തെ പരിഹരിച്ചു. അപ്പം ഏഷത്തെ രാമഗംഗായ വിസ്തരോഭിഹിതോമയ കുമാരസംഭവശ്ചൈവ ധന്യ പുണ്യസ്തഥൈവച. അപ്പം വിശ്വാമിത്ര മഹർഷി പറയുന്നു, ഞാനിതാ ഗംഗയുടെ ചരിത്രവും അതേപോലെ പാപനാശകമായ പുണ്യപ്രദമായ കുമാരസംഭവവും സ്കന്ധോൽപത്തിയൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. ഭക്തശ്ചയ കാർത്തികേയേ കാകുൽസ്ഥാ ഭുവി മാനവ ആയുഷ്മാൻ പുത്രപൗത്രൈശ്ച സ്കന്ധസാലോക്യതാം വ്രജേത്. ഭൂമിയിൽ കാർത്തികേയനെ, സ്കന്ദനെ ഭജിക്കുന്നയാൾ ദീർഘകാലം ജീവിച്ചിരിക്കും, പുത്രപൗത്രന്മാരോടുകൂടി സ്കന്ധലോകത്തിലേക്ക് പോവും എന്നൊക്കെ അവിടെ പറഞ്ഞു. അപ്പോൾ ഈ സുബ്രഹ്മണ്യ ആരാധന, സ്കന്ദ ആരാധന വാൽമീകി രാമായണത്തിൽ തന്നെ നമുക്ക് കാണാം. ഇതൊക്കെ ഈ സുബ്രഹ്മണ്യൻ ദ്രാവിഡ ദേവതയാണ്, ആര്യന്മാരുടെ ദേവതയല്ല എന്നുള്ള രീതിയിലൊക്കെ ഇന്ന് പലരും പറയുന്നുണ്ട്. അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. വാൽമീകി രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ സുബ്രഹ്മണ്യൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പുരാണം സ്കന്ദപുരാണമാണ്. സുബ്രഹ്മണ്യൻ്റെ കഥയാണ് അവിടെ വിസ്തരിച്ച് പറഞ്ഞത്.
ശരി, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പം സുബ്രഹ്മണ്യാരാധന അതിപ്രാചീനമാണ് എന്നുള്ളതുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക. അങ്ങനെയാണ് വാൽമീകി രാമായണത്തിലെ 37-ാം സർഗം അവസാനിക്കുന്നത്. അന്തോൽപത്തി പറഞ്ഞതിന് ശേഷം താം കഥാം കൗശികോരാമേ നിവേദ്യ മധുരാക്ഷരം പുനരേവ ആപരം വാക്യം കാകുൽസ്ഥമിതമബ്രവീത്. വിശ്വാമിത്രൻ രാമനോട് വീണ്ടും വേറൊരു കഥ പറഞ്ഞു എന്നാണ്. ഇനി സഗരൻ്റെ കഥ പറയുകയാണ്. അയോധ്യാധിപതിശൂര പൂർവമാസീൻ നരാധിപ സഗരോ നാമ ധർമാത്മാ പ്രജാകാമ സജാപ്രജഹ. അയോധ്യ രാജാവായി ശൂരനും ധർമാത്മാവും ആയി സഗരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഗരൻ്റെ കഥ തുടങ്ങുകയാണ്. ഈ സഗരൻ്റെ കഥ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പോൾ ഗംഗയുടെ ചരിത്രം പൂർണ്ണമായിട്ടില്ല. ഗംഗാദേവി ഭൂമിയിലേക്ക് എത്തിയത് എങ്ങനെയാ എന്ന് പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയാണ് സഗരൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ സഗരന് സന്താനം ഉണ്ടായിരുന്നില്ല. സഗരൻ എന്ന അദ്ദേഹത്തിന് പേര് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ഈ സഗരനെ ഗർഭത്തിൽ വഹിക്കുമ്പോൾ ഈ അമ്മയുടെ സപത്നിമാർ അസൂയ മുഴുത്ത് സഗരൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തു. എന്നാൽ ഈ സഗരൻ മരിച്ചില്ല, വിഷത്തോടുകൂടി ജനിക്കുകയുണ്ടായത് എന്നാണ്. അപ്പം ഗരം എന്ന സംസ്കൃതത്തിൽ വിഷത്തിൻ്റെ പര്യായമാണ്. അപ്പം ഗരത്തോടുകൂടി ജനിച്ചതുകൊണ്ട് സഗരൻ എന്ന് പേര് വന്നു എന്നാ. അപ്പം ഈ സഗരന് സന്താനം ഉണ്ടായില്ല. 2 ഭാര്യമാരുണ്ടായിരുന്നു സഗരന്. വൈദർഭ ദുഹിതാരാമ കേശിനി നാമ നാമത ജ്യേഷ്ഠ സഗരപത്നി സാ ധർമ്മിഷ്ഠ സത്യവാദിനി. വിദർഭ രാജാവിൻ്റെ പുത്രിയായ കേശിനിയായിരുന്നു സഗരൻ്റെ മൂത്ത ഭാര്യ. ആ കേശിനി ധർമ്മിഷ്ഠയും സത്യസന്ധയുമായിരുന്നു. അരിഷ്ടനേമിയുടെ മകളായ സുമതിയായിരുന്നു 2ാമത്തെ ഭാര്യ. അപ്പം മക്കളില്ലാതെ വന്നപ്പോൾ ഭാര്യമാരോടുകൂടി സഗരൻ ഹിമാലയത്തിൽ ചെന്ന് ഭൃഗുപ്രസ്രവണം എന്ന പർവ്വതത്തിൽ തപസ് ചെയ്തു. 100 കൊല്ലം തപസ് ചെയ്തു. അപ്പോൾ ഭൃഗു മഹർഷിയുടെ സ്ഥലമാണത്. ഭൃഗു മഹർഷിക്ക് സന്തോഷമായി. അദ്ദേഹം സഗരന് വരം കൊടുത്തു. അങ്ങക്ക് ധാരാളം പുത്രന്മാരുണ്ടാവും, സത്പേരുണ്ടാവും. 2 ഭാര്യമാരാണല്ലോ അങ്ങയ്ക്കുള്ളത്. ആ 2 ഭാര്യമാരിൽ ഒരു ഭാര്യ അങ്ങയുടെ വംശത്തെ നിലനിർത്തുന്ന ഒരു പുത്രനെ പ്രസവിക്കും. 2ാമത്തെ ഭാര്യ 60,000 പുത്രന്മാരെ പ്രസവിക്കും. ഇത് കേട്ട സമയത്ത് രാജാവിന് സന്തോഷമായി, രാജകുമാരിമാർക്കും സന്തോഷമായി. ആ രാജകുമാരിമാർ ഭൃഗുമഹർഷിയോട് ചോദിച്ചു, ഏക കസ്യാസുതോ ബ്രഹ്മൻ കാ ബഹൂൻ ജനയിഷ്യതി ശ്രോതുമിച്ഛാവഹേ ബ്രഹ്മൻ സത്യമസ്തു വചസ്തവ. ആർക്കാണ് ഒരു മകൻ ഉണ്ടാകുക, ആർക്കാണ് വളരെയധികം മക്കളുണ്ടാവുക, അതൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോൾ ഭൃഗു പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞോളൂ, അതിനനുസരിച്ചിട്ട് നടക്കും എന്ന്. ഒരാൾ വംശത്തെ നിലനിർത്തുന്ന കേമനായിത്തീരും, മറ്റ് 60,000 ആൾക്കാരും കേമന്മാരായിത്തീരും. അപ്പോൾ കേശിനി പറഞ്ഞു, എനിക്ക് വംശത്തെ നിലനിർത്തുന്ന ഒരു പുത്രൻ ഉണ്ടായാൽ മതി. അങ്ങനെ കേശിനിക്ക് ഒരു പുത്രൻ ഉണ്ടായി. അസമഞ്ജസൻ എന്നായിരുന്നു ആ പുത്രൻ്റെ പേര്. സുമതി ഒരു മാംസപിണ്ഡത്തെയാണ് പ്രസവിച്ചത്. ഒരു ഗർഭകോശം എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. ആ ഗർഭകോശം പിളർന്ന് 60,000 പുത്രന്മാർ ഉണ്ടായി എന്നാണ്. ഈ കുട്ടികളെ നെയ്യ് നിറച്ച കുടങ്ങളിൽ ഇട്ട് വളർത്തിക്കൊണ്ടുവന്നു എന്നൊക്കെ അവിടെ പറഞ്ഞു. ഇങ്ങനെ സഗരന് 60,000 പുത്രന്മാർ ഒരു ഭാര്യയിൽ, അസമഞ്ജസൻ മറ്റേ ഭാര്യയിൽ. ഈ അസമഞ്ജസൻ കേമനായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് അംശുമാൻ എന്നു പേരുള്ളൊരു മകനുണ്ടായി. ഇദ്ദേഹം എന്ത് ചെയ്തു? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ അസമഞ്ജസൻ സജ്യേഷ്ഠോ നരശ്രേഷ്ഠ സഗരസ്യ ആത്മസംഭവ ബാലാൻ ഗൃഹീത്വാതു ജലേ സരയുവാ രഘുനന്ദന. ഈ അസമഞ്ജസൻ കുട്ടികളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് സരയുവിലെ വെള്ളത്തിലേക്ക് എറിഞ്ഞു എന്ന. ജനങ്ങൾ ഇയാളെ പറ്റി പരാതി പറഞ്ഞു. അത് കേട്ട് സഗരൻ ഇയാളെ നാട് കടത്തിയപ്പോൾ അദ്ദേഹം കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് സരയു നദിയുടെ തീരത്ത് ചെന്ന് താൻ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു. അവരൊക്കെ ആ നദിയിൽ നിന്നും കരയിലേക്ക് കയറി വന്നു. അവരൊക്കെ നാട്ടിലേക്ക് പറഞ്ഞേച്ച് ഇദ്ദേഹം കാട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നാണ്. ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ വൈരാഗ്യം വന്നു. അദ്ദേഹത്തിന് കാട്ടിലേക്ക് പോകണം. അച്ഛനോട് പറഞ്ഞ അച്ഛനത് സമ്മതിച്ചോളണമെന്നില്ല. അതുകൊണ്ട് അച്ഛൻ തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു അത്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞു. ഇങ്ങനെ അസമഞ്ജസൻ കാട്ടിൽ പോയി തപസ് ചെയ്യാണ്.
അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സഗരൻ ഒരു യാഗം നടത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അദ്ദേഹം യാഗം ആരംഭിച്ചു. ഹിമവാന്റെയും വിന്ധ്യൻ്റെയും, വിന്ധ്യപർവ്വതവും ഹിമാലയ പർവ്വതവും അഭിമുഖമായി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് യാഗം നടത്തിയത് എന്ന. അങ്ങനെ ആ ഗംഭീരമായ യാഗത്തിൽ ദേവേന്ദ്രൻ വന്ന് യാഗപശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഈ 60,000 പുത്രന്മാരും യാഗപശുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവർ ഭൂമി കുഴിച്ചു പോയി എന്നാണ്. അങ്ങനെ ജംബുദ്വീപിനെ അവർ കുഴിച്ചു. വലിയ വലിയ കുഴികളുണ്ടായി. ഈ താഴെ കുഴിച്ച് അധലം തുടങ്ങിയ അധോലോകങ്ങളിലേക്കൊക്കെ പോയി അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. അവർ ബ്രഹ്മാവിനോട് പോയി ഒരു സങ്കടം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, കപില മഹർഷി ഭൂമിയെ പരിപാലിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട്. ആ കപില മഹർഷി ഇവരുടെ ബുദ്ധിമുട്ട് തീർത്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഗരപുത്രന്മാർ അന്വേഷിച്ച് ചെന്ന് പാതാളത്തിലേക്ക് ചെന്നു. അവരവിടെ ദിഗ്ഗജങ്ങളെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ദിക്കുകളെ താങ്ങി നിർത്തുന്ന ദിഗ്ഗജങ്ങളെ കണ്ടു. ആ ദിഗ്ഗജങ്ങളുടെ പേരുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. മഹാപത്മം എന്ന ഗജത്തെ കണ്ടു എന്നും സൗമനസൻ എന്ന ഗജത്തെ കണ്ടു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കുഴിച്ചു പോയി ഈ കപില മഹർഷിയുടെ അരികെ എത്തി. കപില മഹർഷിയുടെ അരികെ ആ കുതിരയെ കണ്ടു. അപ്പോൾ ദേവേന്ദ്രൻ ആ കുതിരയെ അവിടെ കൊണ്ട് കെട്ടിയതാണ്. കപില മഹർഷിയാണ് കുതിരയെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അവരെ കപില മഹർഷിയുടെ അരികിലേക്ക് ആയുധമൊക്കെ എടുത്ത് പാഞ്ഞു ചെന്നു എന്നാണ്. ഇപ്പോൾ കപില മഹർഷി ഇവർ വരുന്നത് കണ്ടപ്പോൾ ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ഹുങ്കാരം അകരോത്തത. ആ ശബ്ദം കൊണ്ട് ഇവരെല്ലാവരും ഭസ്മമായി പോയി എന്ന. ഇവിടെ തൻ്റെ പുത്രന്മാർ പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടും അവരെ കാണുന്നില്ല. സഗരൻ അംശുമാനെ പറഞ്ഞയച്ചു. അംശുമാൻ അന്വേഷിച്ചു പോയി. ദിഗ്ഗജങ്ങളോടൊക്കെ അന്വേഷിച്ചിട്ട് ഈ തൻ്റെ സഹോദരന്മാർ ഭസ്മമായി കിടക്കുന്ന അവിടെ എത്തി. അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന യാഗാശ്വത്തെ കണ്ടു. അപ്പോൾ ഈ തൻ്റെ സഹോദരന്മാർക്ക് തർപ്പണം ചെയ്യാൻ ഒരു ജലാശയം നോക്കി അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, അന്വേഷിക്കുന്ന സമയത്ത് ഗരുഡനെ അവിടെ കണ്ടു. ഗരുഡൻ പറഞ്ഞു, ദുഃഖിച്ചിട്ട് കാര്യമില്ല, കപില മഹർഷിയാണ് ഇവരെ ദഹിപ്പിച്ചത്. ഇവർക്ക് സദ്ഗതി കിട്ടണമെങ്കിൽ ഭൂമിയിലുള്ള വെള്ളം കൊണ്ട് തർപ്പിച്ചിട്ട് കാര്യമില്ല, ഗംഗാനദിയിലെ ജലം കൊണ്ട് പിതൃതർപ്പണം ചെയ്യണം എന്നർത്ഥം. ഗംഗാജലം ഈ ഭസ്മത്തെ നനയ്ക്കുന്ന സമയത്ത് ഈ 60,000 പുത്രന്മാർക്കും സ്വർഗപ്രാപ്തി ലഭിക്കും. അപ്പം നീ ഗംഗയെ കൊണ്ടുവരൂ എന്ന് ഗരുഡൻ അംശുമാനോട് പറഞ്ഞു. അംശുമാൻ ഗരുഡൻ്റെ വാക്ക് കേട്ടിട്ട് ഈ യാഗാശ്വത്തെയും കൂട്ടി രാജധാനിയിലേക്ക് വന്നു. സഗരൻ്റെ അരികെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സഗരന് സങ്കടമായി. എന്തായാലും യാഗം തുടങ്ങി വെച്ചതാണല്ലോ, ആ യാഗം പൂർത്തീകരിച്ചു. പിന്നീട് ഗംഗയെ കൊണ്ടുവരണം. എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് നിശ്ചല്യ. കുറേ കാലം രാജ്യം ഭരിച്ചു സഗരൻ. അതിനുശേഷം അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തു. പിന്നീട് അംശുമാനാണ് രാജ്യം ഭരിച്ചത്. അംശുമാനും ഗംഗയെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അംശുമാന് ദിലീപൻ എന്നു പേരുള്ള ഒരു മകനുണ്ടായി. ആ ദിലീപനും ഗംഗയെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ദിലീപൻ്റെ പുത്രനായി ഭഗീരഥൻ ഉണ്ടായി എന്നാണ്. അപ്പോൾ ദിലീപ രാജാവ് കേമനായിരുന്നു, നിരവധി യാഗങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ദിലീപൻ സ്വർഗാരോഹണം ചെയ്തത്. പിന്നീട് ഭഗീരഥൻ രാജ്യം ഭരിച്ചു. ഭഗീരഥസ്തു രാജർഷി ധാർമ്മികോ രഘുനന്ദന അനപത്യോ മഹാതേജാഹ പ്രജാകാമസജ അപ്രജഹ. അദ്ദേഹത്തിന് സന്തതികളുണ്ടായില്ല. അദ്ദേഹം ഗോകർണത്തിൽ ചെന്ന് ദീർഘമായ തപസ് ചെയ്തു. പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നാണ്, മാസത്തിലൊരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം തപസ് ചെയ്തത്. അങ്ങനെ ആ തപസ്സിൽ ബ്രഹ്മാവ് സംപ്രീതനായി. ബ്രഹ്മാവ് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗീരഥൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനായി എങ്കിൽ എനിക്ക് ഈ എൻ്റെ പൂർവികരായ സകരപുത്രന്മാർക്ക് ഉദകക്രിയ ചെയ്യാൻ അവസരം ഉണ്ടാവണം. അവരുടെ ഭസ്മത്തിൻ്റെ മുകളിലൂടെ ഗംഗാജലം ഒഴുക്കാൻ എനിക്ക് സാധിക്കണം. അതേപോലെ എൻ്റെ വംശം നിലനിൽക്കാൻ എനിക്ക് സന്തതി ഉണ്ടാവണം. ഇതൊക്കെ കേട്ട സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, മനോരഥോ മഹാനേഷ ഭഗീരഥ മഹാരഥ ഏവം ഭവതു ഭദ്രം തേ ഇക്ഷ്വാകുകുലവർദ്ധന. അങ്ങയുടെ ആഗ്രഹം ധാർമ്മികമായ ആഗ്രഹമാണ്, അതൊക്കെ സംഭവിക്കും. ഈ ഗംഗപ്പം ദേവന്മാരുടെ അരികെയാണല്ലോ, ആ ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം ഗംഗ ഇങ്ങോട്ട്
താഴേക്ക് പതിക്കുമ്പോൾ താങ്ങാൻ ഒരാൾ വേണം. താങ്ങാൻ മഹാശിവന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് മഹാശിവനെ അതിനായിട്ട് അങ്ങ് പ്രേരിപ്പിക്കുമോ, മഹാശിവനെ തപസ് ചെയ്യുമോ എന്ന് പറഞ്ഞു. ഭഗീരഥൻ വീണ്ടും തപസ് ആരംഭിച്ചു. പെരുവിരൽ മാത്രം നിലത്ത് ഊന്നി നിന്നുകൊണ്ട് 1 കൊല്ലം തപസ് ചെയ്തു. മഹാദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കാര്യം പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, ഗംഗാനദി വന്നോട്ടെ, ഞാൻ ഗംഗയെ താങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഗംഗ ഇതനുസരിച്ച് പിന്നെ ഗംഗയെ തപസ് ചെയ്തു ഭഗീരഥൻ. ഗംഗ മഹാദേവൻ്റെ ശിരസിലേക്ക് വീണോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗ ആകാശ ആപതദ്രാമ ശിവേ ശിവശിരസ്യുത അചിന്തയച്ച സാ ദേവി ഗംഗാ പരമദുർധര. ഗംഗ ഗർവോടുകൂടി മഹാദേവൻ്റെ ശിരസിലേക്ക് അങ്ങ് പതിച്ചു എന്നാണ്. അതോടുകൂടി മഹാദേവൻ്റെ ജടയിൽ അങ്ങ് പിടിച്ചുപോയി. കുറേ കൊല്ലങ്ങൾ ഗംഗാദേവി അവിടെ കുടുങ്ങിപ്പോയി എന്നാണ്. ഭഗീരഥന് ഗംഗയെ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം വീണ്ടും തപസ് ചെയ്തു. ആ തപസ് കൊണ്ട് മഹാദേവന് സന്തോഷമായി. മഹാദേവൻ ഗംഗയെ തൻ്റെ ജടാമുടിയൊന്ന് മാറ്റി ഗംഗയെ ബിന്ദു സരസിലേക്ക് വിട്ടു. അങ്ങനെ ഗംഗ ഒഴുകാൻ തുടങ്ങി. 7 പ്രവാഹങ്ങളായി ഗംഗ ഒഴുകുവാൻ തുടങ്ങിയെന്നാണ്. ഖ്ലാദിനി, പാവനി, നളിനി തുടങ്ങിയ 3 പ്രവാഹങ്ങൾ കിഴക്കോട്ടൊഴുകി. ഖ്ലാദിനി പാവനി ചൈവ നളിനി ച തഥാപരാം തിസ്ര പ്രാചീം ദിശം ജഗ്മോർ ഗംഗാ ശിവജലാ ശുഭ. പിന്നെ സുജക്ഷുശ്ചൈവ സീതാജ സിന്ധുശ്ചൈവ മഹാനദി തിസ്രശ്ചൈത ദിശം ജഗ്മോ പ്രതീജീം തു ശുഭോദക. സുജക്ഷു, സീത, സിന്ധു ഈ 3 നദികൾ 3 പ്രവാഹങ്ങൾ, ഗംഗയുടെ 3 പ്രവാഹങ്ങൾ പടിഞ്ഞാറേ ദിക്കിലേക്ക് ഒഴുകി. ഇങ്ങനെ 6 എണ്ണം. 7ാമത്തെ പ്രവാഹം ഭഗീരഥൻ്റെ രഥത്തെ പിന്തുടർന്നു. അപ്പം ഭഗീരഥൻ മുന്നിൽ രഥത്തിൽ യാത്ര ചെയ്യുന്നു. പിറകിൽ ഗംഗ ഒഴുകി വരുന്നു. ഗംഗ എല്ലായിടത്തും വ്യാപിക്കുന്നു. മഹർഷിമാർക്കൊക്കെ വളരെ സന്തോഷമായി. എല്ലാവരും ഗംഗയിൽ സ്നാനം ചെയ്യുന്നു. അങ്ങനെ ആ ഗംഗയെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ജഹ്നു എന്നു പേരുള്ളൊരു മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. ഗംഗ ആ മഹർഷിയുടെ ആശ്രമം മുഴുവൻ അങ്ങ് ഒഴുക്കിക്കളഞ്ഞു. അതോടുകൂടി ജഹ്നുവിന് ദേഷ്യം വന്നു. ജഹ്നു ഗംഗയിലെ വെള്ളം ആചമിച്ചതോടുകൂടി ഗംഗ മുഴുവനായി ജഹ്നുവിൽ പെട്ടുപോയി എന്നാണ്. ജഹ്നു മഹർഷിയുടെ ഉള്ളിൽ പെട്ടുപോയി. പിന്നെ ജഹ്നു മഹർഷിയെ സന്തോഷിപ്പിച്ച് പ്രീതിപ്പെടുത്തി ജഹ്നു മഹർഷി തൻ്റെ ചെവികളിൽ കൂടി ഗംഗയെ പുറത്തേക്ക് വിട്ടു. ജഹ്നുവിൻ്റെ മകളായി ഗംഗ, ജാഹ്നവി എന്ന ഗംഗയ്ക്ക് പേരുണ്ടായി. അങ്ങനെ വീണ്ടും ഭഗീരഥൻ്റെ വഴി പിന്തുടർന്ന് ഗംഗ സമുദ്രം വരെ എത്തിച്ചേർന്നു. സമുദ്രത്തിൽ നിന്ന് വീണ്ടും രസാതലത്തിലേക്ക് പോയി. അവിടെ തൻ്റെ പൂർവികന്മാരുടെ ഭസ്മത്തിൻ്റെ മുകളിലൂടെ ഗംഗാനദിയെ ഒഴുക്കി ആ സഗരൻ്റെ 60,000 പുത്രന്മാർക്കും മോക്ഷം ലഭിച്ചു. അവിടെ ഭഗീരഥൻ്റെ ആ പ്രയത്നത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷമായി. ഭഗീരഥ പ്രയത്നം എന്നൊരു ശൈലി തന്നെ പിന്നീട് ഉണ്ടായി എന്നാണ്. നോക്കൂ, തൻ്റെ പൂർവികർക്ക് സദ്ഗതി ഉണ്ടാവാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇത്രയും പ്രയത്നിച്ചത്. ഇവിടെ നമ്മുടെ പിതൃക്കൾക്ക് കൊല്ലാകൊല്ലം തർപ്പണം ചെയ്യാൻ തന്നെ നമുക്ക് പലപ്പോഴും സമയം ഉണ്ടാവുന്നില്ല. ഭഗീരഥനോടായിട്ട് ദേവന്മാരും ബ്രഹ്മാവൊക്കെ പറഞ്ഞു, ഗംഗ അങ്ങയുടെ മകളായി തീരും. ഭാഗീരഥി എന്ന പേരിൽ ഗംഗ ഈ ലോകത്തിൽ പ്രസിദ്ധയായി തീരും. ത്രിപഥക 3 മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവൾ എന്ന് പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. ഈ ഗംഗയിൽ പൂർവികർക്കായിട്ട് തർപ്പണം ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ ഭഗീരഥ മഹാരാജാവ് ഗംഗയിൽ പിതൃതർപ്പണമൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം വളരെ ഭംഗിയായി രാജ്യം ഭരിച്ചു. അങ്ങനെയാണ് ആ ഗംഗയുടെ കഥ. അത് ഞാനിപ്പോൾ അങ്ങേക്ക് പറഞ്ഞു തന്നു. ധന്യം യശസ്യം ആയുഷ്യം സ്വർഗ്യം പുത്ര്യം അതീവച യശ്രാവയതി വിപ്രേഷു ക്ഷത്രിയേഷു ഇതരേഷു ച. ഈ ഗംഗോൽപത്തി വളരെ ധന്യമായ കഥയാണ്, യശസ്സിനെ ഉണ്ടാക്കുന്ന കഥയാണ്. ഇപ്പം സമയം സന്ധ്യ കഴിയാറായി. ഈ ഒരു ആഖ്യാനം, ഇതമാഖ്യാനം അവ്യഗ്രോ ഗംഗാവതരണം ശുഭം യശൃണോദിജ കാകുൽസ്ഥ സർവാൻ കാമാനവാപ്നുയാത്. ഈ ഗംഗോൽപത്തി, ഗംഗാവതരണം ആര് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുവോ അയാളുടെ സകല പാപങ്ങളും നശിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവിടെ പറഞ്ഞു നിർത്തിയത്. ഇനി സന്ധ്യാവന്ദനമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ആ കഥ പറച്ചിൽ അവിടെ നിർത്തി. അങ്ങനെ 44-ാം സർഗവും അവിടെ അവസാനിച്ചു എന്നർത്ഥം. ഇനി 45-ാം സർഗം മുതൽക്കുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം.